ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ആക്ടർ ഹരിശ്രീ അശോകൻ്റെ വീടിൻ്റെ അവസ്ഥ. ടൈലൊക്കെ പൊളിഞ്ഞു, മുകളിലത്തെ ആയാലും ബാത്റൂമിൻ്റെ ടൈല്, വോൾ ടൈലും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി പോയി. കഴിഞ്ഞ ദിവസമാണ് വനിത വീടിൻ്റെ അകത്തും അല്ലെങ്കിൽ വനിതയുടെ സൈറ്റിലും നമ്മൾ കാണാനിടയായ ആ വീഡിയോ. സൗണ്ട് എന്ന് പറഞ്ഞത് ഇത് കണ്ടില്ലേ, ഈ സൗണ്ട് ഇതിപ്പോൾ ഈ വീട് കംപ്ലീറ്റ് ഇങ്ങനെ ശബ്ദമാണ്. കാരണം ടൈലുകളായി കിടന്നിട്ട് എല്ലാം പൊട്ടിപ്പോകുന്നു. പിന്നെ ഒരു ഗുണമുണ്ടെന്ന് വെച്ചാൽ രാത്രി കള്ളം കയറി നമുക്ക് അറിയാൻ പറ്റും. ഈ ശബ്ദമുള്ളതുകൊണ്ട് ഫുൾ പൊട്ടിപ്പോയി, ഫുള്ളെല്ലാം പൊങ്ങിപ്പോകുന്നു. ഇത് ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞില്ലേ 6 വർഷത്തിന് ശേഷം നമ്മൾ കേസ് കൊടുത്തത്. പക്ഷേ ഇട്ട ആ വർഷം തന്നെയാണ് ഇതൊക്കെ സംഭവങ്ങൾ തുടങ്ങിയത്. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കൊന്നും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പൊട്ടി ഇങ്ങോട്ട് വന്നാൽ അറിയാൻ പറ്റും. വരും, ഞാൻ പറയാം. ശരിക്കും ഇത് നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് ബോധ്യമാകുന്നത് അല്ലേ? അതെ അതെ അതെ. ശരിക്കും നടക്കാൻ പോലും ഒക്കുന്നില്ല അല്ലേ? അതെ, ഇത് കണ്ടില്ലേ, എല്ലാവരുടെയും ഒരാഗ്രഹമായിരിക്കുമല്ലോ നല്ലൊരു വീട്. ബട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് റീസൺസ് ഉണ്ട്. നമ്മൾ ടൈലിടുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പരുക്കം കൂട്ടുമ്പോൾ നമ്മൾ പരുക്കം കൂട്ടി ഇട്ടിട്ട് നമ്മൾ ഇപ്പോഴത്തെ ടൈലാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പം 4x2 ആണെങ്കിൽ നമ്മൾ 3mm സ്പേസറെങ്കിലും നമ്മൾ യൂസ് ചെയ്യണം. അത് നമ്മളിപ്പം നമ്മുടെ സൈറ്റുകളിലാണെങ്കിൽ നമ്മൾ മിക്കയിടത്തും നമ്മൾ അപ്പോക്സിയാണ് ചെയ്യുന്നത്. അത് 3mm തന്നെയായിരിക്കും സ്പേസർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളൊരു സൈറ്റിൽ നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫിനിഷിങ് സ്റ്റേജ് ആയിട്ടില്ല. ഓൾമോസ്റ്റ് കുറേ വർക്കുകൾ നമുക്കിവിടെ പെൻഡിങ് ഉണ്ട്. ഇപ്പം ഹരിശ്രീ അശോകൻ്റെ വീട്ടിൽ നമുക്ക് മെയിനായിട്ട് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പരുക്കൻ കൂട്ടി അവർ അപ്പോക്സി യൂസ് ചെയ്തിട്ടില്ല, 3mm പോലും ഇട്ടിട്ടില്ല. ഓൾറെഡി നമ്മളിപ്പോൾ സിമൻറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ പരുക്കൻ കൂട്ടുന്നതെങ്കിലും ഇതിൻ്റെ ചൂടടിച്ച് നേരെ പൊങ്ങി. അത് ഇപ്പം നമ്മൾ വീട് പണിയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. സിമൻറ്റിൻ്റെ ചൂട് കൊണ്ട് നേരെ ടൈല് പൊങ്ങി വരികയാണ് ചെയ്യുന്നത്. നേരത്തെയൊക്കെ നമ്മൾ ടൈല് വിരിക്കുമ്പോൾ ടൈല് വിരിച്ചതിന് ശേഷം കട്ട എടുത്ത് പൊക്കി വെക്കും, എന്ന് ബെൻഡ് ആകാതിരിക്കാനായിട്ട്. അങ്ങനെ സംഭവിച്ച പിഴവുകളാണ് നമുക്ക് പുള്ളിക്കാരൻ്റെ വീട്ടിൽ പറ്റിയിരിക്കുന്നത്. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു പുതിയ സൈറ്റിൽ നമ്മൾ ഇട്ടേക്കുന്ന ഫുൾ ഫിനിഷിങ് ആക്കിയിട്ടുള്ള ഒരു സൈറ്റിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ അപ്പോക്സിയാണ്, 3mm തന്നെയാണ് നമ്മളിവിടെ സ്പേസർ യൂസ് ചെയ്ത് ഫുൾ അപ്പോക്സി തന്നെയാണ് ചെയ്യുന്നത്. 4x2 ആണ് ഇട്ടേക്കുന്നത്, ജോൺസൻ്റെ ടൈൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് നമ്മൾ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം പുള്ളിക്കാരൻ്റെ വീടിന് എന്ത് പറ്റിയെന്നാണ്. അവിടെ പരുക്കൻ കൂട്ടി മിക്സ് ചെയ്തു, അപ്പോക്സി യൂസ് ചെയ്തില്ല, സ്പേസറും യൂസ് ചെയ്തില്ല. നേരെ ചൂടടിച്ചു, ടൈല് പൊങ്ങാൻ തുടങ്ങി. പിന്നെ ഇവിടെ ഗമ്മൊന്നുമല്ല, ഇപ്പോഴത്തെ പോലെ ഗമ്മും അല്ലെങ്കിൽ പശയും വെച്ചിട്ടൊന്നുമല്ല അവിടെ ടൈല് ഒട്ടിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ വിരിച്ചേക്കുന്നതും. ഉള്ളി സിമെൻറ്റ് വെച്ചിട്ടാണ്. നമ്മൾ സിമെൻറ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് വീടിൻ്റെ ടൈലൊക്കെ പൊങ്ങാൻ തുടങ്ങും. അതിൻ്റെ ജോയിൻറ്റ് മാറും. ഓരോ ടൈലിൻ്റെ ലെവൽ തന്നെ മാറിപ്പോവും. ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈലിൻ്റെ ടൈറ്ററുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ടൈല് വിരിക്കുന്നതും. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളുടെ വീടുകളിലും ഇനിയും ചെയ്യേണ്ടത് മാക്സിമം നമ്മൾ അപ്പോക്സി ഇടുക. 3mmൻ്റെ തന്നെ സ്പേസർ ഉപയോഗിച്ച് അപ്പോക്സി ഇടുക. സിമൻറ്റ് കൊണ്ട് തന്നെ വിരിക്കാതിരിക്കാൻ നോക്കുക. ബാത്റൂം ആയാലും എല്ലാം ഗം അല്ലെങ്കിൽ പശ വെച്ച് തന്നെ നമ്മൾ യൂസ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം നോക്കുക.